നമസ്കാരം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ എല്ലാ വിധത്തിലുള്ള വാഹനങ്ങൾ സമയാസമയങ്ങളിൽ പൊല്യൂഷൻ ടെസ്റ്റ് നടത്തണം. വഴിനീളെ കാണാം പുക പരിശോധന കേന്ദ്രങ്ങൾ. പക്ഷെ നമ്മളിൽ പലരും കൃത്യസമയങ്ങളിൽ ചെയ്യാറില്ല, ചിലപ്പോൾ മറന്നുപോകുന്നു. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹെവി ഫൈൻ കൊടുക്കേണ്ടി വരും. 2000 രൂപയാണ് ഇപ്പോഴത്തെ പിഴ. അത് വളവിൽ നിന്ന് പിടിക്കുന്നു, ഒളിച്ചു നിന്ന് പിടിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇതിവിടെ നിലനിൽക്കുന്ന നിയമമാണ്, അനുസരിച്ചേ പറ്റൂ. നിയമം തെറ്റാണോ ശരിയാണോ എന്നൊക്കെയുള്ള വേറെ കാര്യം. നമ്മൾ ദുബായെ പറ്റി വലിയ വർത്തമാനവും പൊങ്ങച്ചൊക്കെ പറയാറുണ്ട്. ദുബായും കേരളമായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ലെങ്കിലും ചില കാര്യങ്ങളും കൂടി മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ വാഹനം എടുക്കുമ്പോൾ 15 വർഷത്തേക്ക് നികുതി കൊടുത്തു കഴിഞ്ഞാൽ 15 വർഷം ആ വാഹനം എങ്ങനെ വേണമെങ്കിലും ഓടിക്കാം. ബെല്ലില്ല, ബ്രേക്കില്ല, മറ്റ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ഒന്നുമില്ല, എന്തെല്ലാം കുഴപ്പമുണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല. 15 വർഷത്തേക്ക് നമ്മൾ നികുതി കൊടുത്തു കഴിഞ്ഞു. 15 വർഷം നമുക്ക് റോഡിൽ കൂടി വാഹനം ഓടിക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു നല്ല കാര്യം. ഈ പറയുന്ന വലിയ ദുബായിൽ ഇങ്ങനെ വാഹനം പുതിയതായി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾക്കൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വെറും 1 വർഷത്തേക്ക് മാത്രമാണ്. പിന്നീട് എല്ലാ വർഷവും വണ്ടി ടെസ്റ്റ് ചെയ്ത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് അടുത്തൊരു വർഷത്തേക്ക് കൂടി കിട്ടുന്നത്. അതായത് വർഷാവർഷം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യണം. അത് വെറുതെ റിന്യൂ ചെയ്താൽ പോരാ. ഓരോ വർഷവും റിന്യൂ ചെയ്യണമെങ്കിൽ വണ്ടി കൊണ്ടുപോയി അതിൻ്റെ ഫുൾ ഫിറ്റ്നസ് ടെസ്റ്റ്, എവിടെയെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്, കുറച്ച് ചളുങ്ങിയിരിക്കുന്നുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, ഇതൊന്നും അനുവദിക്കില്ല. ഇതെല്ലാം പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അടുത്ത ഒരു വർഷത്തേക്കും കൂടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതും റോഡിൽ കൂടി ഓടിക്കാൻ സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ. 15 വർഷത്തെ കൊടുത്തു കഴിഞ്ഞാൽ സുഖം. ഏത് തല്ലിപ്പൊളി വണ്ടിയും ഏത് തല്ലിപ്പൊളി കണ്ടീഷനിലാണെങ്കിലും നമുക്ക് റോഡിൽ കൂടി ഓടിക്കാനായിട്ട് അവകാശമുണ്ട്. അപ്പോൾ എത്രയോ ഭേദമാണ് നമ്മുടെ നാട്ടിൽ ഒരു രീതിയിൽ നോക്കിയാൽ. ആകെ ഒരു പ്രശ്നം 6 മാസം കൂടുമ്പോൾ പുക പരിശോധന നടത്തുമെന്ന് മാത്രമാണ്. നിസ്സാര തുക മാത്രമാണ് വരുന്നത്. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ 2000 രൂപ. ആ 2000 രൂപയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഈ അടുത്ത കുറച്ചു കാലം മുമ്പ് വന്നത്. പലർക്കും അതറിയില്ല. ചിലപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകാം, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമായിരിക്കാം അറിയുന്നത്. പക്ഷെ നമ്മൾക്കിപ്പോൾ അലേർട്ട് വരുന്നുണ്ട്. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സൈറ്റിൽ നിന്ന് നമ്മൾക്ക് അലേർട്ട് വരുന്നുണ്ട്, ഇന്ന ദിവസം നമ്മുടെ പൊല്യൂഷൻ എക്സ്പയർ ആവുന്നു. അതുകൊണ്ട് അതിനു മുമ്പായി പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്ത് പിഴ ഒഴിവാക്കുക എന്ന് പറഞ്ഞ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്, റിമൈൻഡർ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചിലപ്പോൾ മറന്നു പോകുന്നു, ചെയ്യുന്നില്ല. ചിലപ്പോൾ നമ്മൾ എക്സ്പയർ ആയതിനു ശേഷമായിരിക്കും ഓർത്തത്, എന്നാൽ ഒന്ന് ചെയ്തേക്കാം എന്ന് പോകുന്ന വഴിക്കായിരിക്കും പിടിക്കുന്നത്. അപ്പോൾ കൈയും കാലും പിടിച്ച് കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. കാരണം എക്സ്പയർ ആയി എന്നുള്ള സത്യം തന്നെയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നമ്പർ പ്രകാരം സിസ്റ്റത്തിൽ 2000 രൂപയുടെ പിഴ ഇട്ടിട്ടുണ്ടാവും. എന്ന് വിചാരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് 2000 കൊടുക്കേണ്ടി വരും എന്നല്ല. ആ പിടിക്കപ്പെട്ട ദിവസം തുടങ്ങി 7 ദിവസത്തിനുള്ളിൽ നമ്മൾ പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്ത് ഓൺലൈൻ ആണല്ലോ, പരിവാഹൻ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ നമ്മൾ എവിടെയാണോ പിടിക്കപ്പെട്ടത് ആ ഓഫീസിൽ പോയി ഇത് കാണിച്ച് അവരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ 2000 രൂപ ഫൈൻ എന്നുള്ളത് 250 രൂപയായി കുറയും. അതായത് ശരിയായ പെനാൽറ്റിയുടെ 8-1 തുകയായി കുറയും. അത് കാരണം ഓർക്കുക, നിയമം ശരിയാണോ തെറ്റാണോ എന്നുള്ള വേറെ കാര്യം. അനാവശ്യമായ പിഴ കൊടുക്കാതെ അതിൽ നിന്നും ഒഴിവാകുക. താങ്ക് യു ഫോർ വാച്ചിങ്.